വെട്ടണം. അത് ഇവിടെ അല്ല, അങ്ങ് പൊന്നാനിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോണം. വേണ്ടത് നീ ഒന്ന് ആദരിച്ചോട്ടെ, പൊന്നാട ഇട്ട്. ഇതിന് ആദരിക്കാന്ന് പറഞ്ഞത് ആദരിക്കുന്നാണ് ഞങ്ങൾ പറയണത്. ഇതെന്നെ തോന്നുന്നത് സാധാരണ വെള്ളയിട്ടാണല്ലോ ആദരിക്കുന്നത്. അതെ, ഈ കട തുടങ്ങിയപ്പം വെള്ളയായിരുന്നു, പിന്നെ ഈ ആൾക്കാരെ ചോര വീണ് 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 ഇതങ്ങ് ചുവന്നു പോയതാണ്. നീ മേടിക്കണ്ട, കൈപ്പണി മതി, കത്തിപ്പണി വേണ്ട കേട്ടോ. അതെ അതെ അല്ലേ. എടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചോടാ. എന്തോ? നിന്റെ വീട്ടിൽ ആരും സംസാരിക്കത്തില്ലേ വാ തുറന്ന്? നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, നീ അവിടെ ഉണ്ടോ? അപ്പം ഒരു മൂളല് മാത്രം. വാ തുറന്നൊന്നെങ്കിൽ പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. നിന്റെ അമ്മയോട് ചോദിച്ചു സുഖമാണോ? അപ്പൊ നിന്റെ അമ്മ ഒരൊറ്റ മൂളല്. അനിയത്തി അതേപോലെ തന്നെ. പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെ ശീലം കൊണ്ടുണ്ടോ? മനസ്സിലായി, അങ്ങനെ ശീലം. ആരോട് പറയാനതൊക്കെ തുടങ്ങാണ്ടെന്നോ? കണക്കായി പോയി അങ്ങനെ തന്നെ വേണം. എന്തോ ചെയ്യടാ? മന്ത്രിയുടെ വീട്ടിൽ കള്ളൻ കയറി. വന്നപ്പോ കള്ളന്മാർക്കും വർഗസ്നേഹം ഇല്ലാതായല്ലോ. കംപ്ലൈന്റ് അല്ലേ? കംപ്ലൈന്റ് ആണല്ലേ അത്? വന്ന് കയറി അങ്ങ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് പുതിയ സാധനമാണ് മേടിച്ചു വെച്ചത്. എന്താ കംപ്ലൈന്റ്? പുതിയ സാധനം ഒന്നും അല്ലാതെ അത് കംപ്ലൈന്റ് ആണ്. എല്ലാ ബാർബർ ഷോപ്പിലും ഈ സംഭവം വർക്ക് ചെയ്യണം, ഇവിടെ മാത്രമാണ് ഈ സാധനം വർക്ക് ചെയ്യാത്തുള്ളൂ. ഇത് പുതിയ സാധനമാണ്. പുതിയ സാധനം വെള്ളം ചീറ്റണ്ടേ? വെള്ളമൊക്കെ ചീറ്റ് നീ ചുമ്മാ നീ ഇതെടുത്ത് പിടിച്ച് കംപ്ലൈന്റ് നോക്കി നടക്കുകയാണ്. നീ വല്ല കടയിലും ചെന്ന് പറയടാ ഇത് വെള്ളം ചീറ്റേണ്ട സാധനം വരുന്നുണ്ട്. കംപ്ലൈന്റ് ഇത് കംപ്ലൈന്റ് ഒന്നുമല്ല, ഇത് പുതിയ സാധനമാണ്. അങ്ങനെ 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 കറക്റ്റായിട്ട് ചെയ്യണം. നീ ചെന്ന് പറഞ്ഞോണം കേട്ടോ. വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാത്തുള്ളൂ. വർക്ക് ചെയ്തല്ലോ. ഓക്കെ, മുമ്പത്തേനൊക്കെ പവർ ഉണ്ടല്ലോ. ഇപ്പൊ നല്ല പവർ ഉണ്ടായിരുന്നു. അതാണ്. എടുക്കട്ട് മോനെ മോനെ മോനെ. എന്നെ ഇട്ട് തപ്പണ എല്ലാം കളഞ്ഞു പോയത്. മസാജാടാ, മസാജ് ചെയ്ത്. പിന്നെ ഞാൻ കാണിച്ചു നോക്കട്ടെ. ഈ സണ്ണി ലിയോൺ ഈ 14-ാം തീയതി കൊച്ചി വരുന്നുണ്ടോ? 14-ാം തീയതി വരുന്നുണ്ട്. ഞാനൊരു ടെന്റ് അടിച്ചേക്കാം അവിടെ. 2 ദിവസം നേരത്തെ പോയി കിടക്കുന്നു. ഷക്കീലൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ ഷക്കീല വന്നിട്ടില്ല ഇവിടെ. രേഷ്മയൊക്കെ ഭയങ്കര എല്ലാം പഠിച്ചു വെച്ചേക്കാ, കുഞ്ഞമ്മയുടെ മക്കളെ പോലെ. എല്ലാ കാണാൻ പറഞ്ഞ പേര് സിന്ധുവിനെ എനിക്കിഷ്ടം. സിന്ധുവിനെയാണ് ഈഗോ ഇല്ല അവർക്ക്. അവരുടെയൊക്കെ കാലം ഭയങ്കര കാലമായിരുന്നു. അതാണ്, അവരുടെയൊക്കെ കാലം വീണ്ടും വരണം അല്ലടാ മറിയൊക്കെ. അല്ല, ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾ ഈ മുടി വെട്ടണ ഇടയ്ക്ക് ഇവരുടെയൊക്കെ കാര്യം ചോദിക്കണ. ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോ നിന്റെ മുടി വരെ എഴുന്നേറ്റ് നിൽക്കൂല. അപ്പൊ വെട്ട് വെട്ട് വെട്ട്. ഞാൻ ഈ കിടന്ന് കറങ്ങുന്നല്ലാതെ ഇതെന്താ ഇതെന്താ നിങ്ങൾ മേസ്ത്രി പണിക്ക് പോകണ്ടോ? ഇല്ലെന്ന്. എടാ, ഇതെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരേ പയ്യന്മാര് വരുമ്പോ ഒരേ സ്റ്റൈലല്ലേ കൃതാബ്. വീതുളി വേണ്ടവന് വീതുളി ഈ ടൈപ്പിലും കൊണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ മൊനവിളി ഉള്ള കൃതാബ് നിനക്ക് ഏതാന്ന് വെച്ചാൽ ഞാൻ ഷേപ്പ് ഒന്നും വേണ്ട. ദൈവത്തോർത്ത് ഷേപ്പ് ചെയ്യാന്ന്. ഷേപ്പ് ചെയ്യണ്ട. ഷേപ്പ് ചെയ്യണ്ടേ? ഇത് വെച്ചാൽ ഷേപ്പ് മാറും. ഇവനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഫിംഗർ കട്ട് ഇഷ്ടല്ലേ? ഫിംഗർ കട്ട് ചെയ്താൽ മതി. അതാ. പിന്നെ കല്യാണം എന്തായി? കല്യാണം കല്യാണം പറയാണ്ടിരിക്കുക. സഹോദരന്റെ കല്യാണം എന്തായി? സഹോദരന്റെ കല്യാണം മുടങ്ങിയിരിക്കുമല്ലേ? ജോലിയൊന്നും ആയില്ല കൊച്ചിനല്ലേ? ശുഭാദോഷം ഉണ്ടോടാ? അല്ല, അച്ഛന് സുഖമല്ലേ? സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതാണ് ആൾക്കാർ ബംഗാളിയുടെ കടയിൽ പോയിരുന്നു വെട്ടണത്. അവരാകുമ്പോ ഒന്നും ചോദിക്കൂല്ലോ. മലയാളിയുടെ കടയിൽ വന്നാൽ അച്ഛൻ പറ്റോ അമ്മ പറ്റോ ഈ ചോദ്യം തന്നെയാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. അല്ലാതെ ഞാനല്ല ഈ ചോദ്യങ്ങളല്ലാതെ ഞാൻ എന്തോ ചോദിക്കണല്ലോ. നിങ്ങൾ ഇന്ന് നിങ്ങൾ ചുമ്മാ എന്താണ് ഒരു നിങ്ങളുടെ വായിന്ന് ഒരു നല്ലൊരു തമാശ എന്തോന്നു നിങ്ങളുടെ വായിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. തമാശയാ?
എടാ നമുക്ക് ഈ തമാശ പറച്ചിലും കാര്യങ്ങളൊന്നും ഉള്ളി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോ തമാശ പറയാനല്ലോ, നമ്മൾ ജോലി ചെയ്യാനല്ലേ അതിൽ അറിയോ, അതൊക്കെ ഒരു ബിസിനസ് സ്നേക്കാണ്. എന്താ ബിസിനസ്സിനാക്ക്? മറ്റേ ഗോപാലിന്റെ കടയിലൊക്കെ ഉണ്ടല്ലോ, നിന്ന് അവര് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, പിന്നെ അവരുടെ തമാശ കേൾക്കാൻ വേണ്ടി കടയിലേക്ക് ആൾക്കാർ കയറി ചെല്ലുമല്ലേ. എന്താടാ നമുക്ക് അങ്ങനെ ഈ തമാശ പറച്ചിലൊന്നും വലിയ ഇഷ്ടമല്ലാത്ത കേസ്. തമാശ പറയണം. ഏതെങ്കിലും ഒരു തമാശ നീ പറഞ്ഞു, നീ പറഞ്ഞു മുടി വിട്ട് കടയിൽ പറയാൻ പറ്റുന്ന ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടോ. മറ്റേ ബാർബറാന്ന് പറഞ്ഞ് ഹോട്ടലിൽ കയറി ഞാൻ കേട്ടില്ല. അതൊക്കെ പിന്നെ കിട്ടുന്ന സാധനമുണ്ട്. ഏതാണ് പറ? ഈ കത്തിയും കടാരിയൊക്കെ തലേന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ചിരിച്ച എന്റെ തലേ കയറും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. അണ്ണൻ വെറും വയറ്റില് എത്ര ഇഡ്ഡലി കഴിക്കും? വെറും വയറ്റി ഞാൻ 5 എണ്ണം കഴിക്കും. ഇത് എങ്ങനെ കഴിക്കണം, വിധം എങ്ങനെയാ? ആദ്യം ഒരെണ്ണം കഴിക്കും, പിന്നെ ഒരെണ്ണം കഴിക്കും, പിന്നെ ഒരെണ്ണം കഴിക്കും, അങ്ങനെ 5 എണ്ണം കഴിക്കും. എവിടെ തമാശ? തമാശ എവിടെ? ഒരെണ്ണം കഴിച്ചാ പിന്നെ വെറും വയറാവോ?